ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഒരു കൂട്ടം ആളുകൾ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംസാരിക്കാൻ വന്ന അവര് വീടിന്റെ പുറത്ത് നിന്ന് അല്പനേരം വെയിറ്റ് ചെയ്തു. ഹബീബായ തങ്ങൾ പുറത്തേക്ക് വരുന്നത് കാണുന്നില്ല. കുറെ നേരം നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ ആയപ്പോൾ പുറത്തു നിന്ന മക്കക്കാർ അകത്തുള്ള നബിയെ വിളിക്കുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഞങ്ങൾ പുറത്ത് കുറച്ച് ആളുകളുണ്ട്, കുറച്ചു നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളൊന്ന് പുറത്തേക്ക് വരണം. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? യാ മുഹമ്മദ് എന്തിനാ വിളിച്ചത്? അല്ലെങ്കിൽ യാ റസൂലല്ലാഹ് എന്തിനാ വിളിച്ചത്? ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ എന്തിനാ ആവശ്യപ്പെട്ടത്? സൂറത്തുൽ ഹുജറാത്തിലെ 4-ാമത്തെ ആയത്ത് കാണാം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്. ഇന്നല്ലദീന, ഒരു കൂട്ടം ജനങ്ങൾ, യുനാദൂനക, നബിയെ, അവർ നിങ്ങളെ വിളിച്ചു, മിൻ വറാഇൽ ഹുജറാത്ത്, വീടിന്റെ പുറത്ത് നിന്നവർ വിളിച്ചു. എന്താ പറയാ വിളിച്ച ആളുകളെ പറ്റി? അക്സറുഹും ലാ യഅഖിലൂൻ. അല്ലാഹു പറയാ, ബുദ്ധി ഇല്ലാത്തവരാണ് അവര്. നബിയെ ഒന്ന് പുറത്തേക്ക് വരണം, ഒന്ന് കാണാൻ വന്നതാണ്, അതുപോലും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു പറഞ്ഞു, അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധിക പേരും ബുദ്ധി ഇല്ലാത്തവരാണ്. നബിയെ, ബുദ്ധി ഇല്ലാത്തവരാണ്. എന്നിട്ട് അല്ലാഹു പറയാ, തുടർന്ന് പറയാൻ നിർത്തിയില്ല, വലൗ അന്നഹും സബറൂ, അവരെങ്ങാനും ക്ഷമയോടെ പുറത്ത് തന്നെ കാത്തു നിന്നിരുന്നുവെങ്കിൽ, ഹത്താ തഖ്റുജ ഇലൈഹിം, നിങ്ങൾ എപ്പോഴാണോ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതെങ്കിൽ അതുവരെ ക്ഷമയോടുകൂടെ ആ രാജാവിനെ കാത്തു നിൽക്കുന്ന രീതിയിൽ അവരെങ്ങാനും പുറത്തു നിന്നിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അവർക്ക് എത്രയോ ഖൈർ ലഭിക്കുമായിരുന്നു. ബഹുമാനിച്ചത് പോരാ. സുബ്ഹാനല്ലാഹ്.